സ്വർഗത്തിലെ സമൃദ്ധമായ തോട്ടങ്ങളിലും മധുരജലം ഒഴുകുന്ന നദികളുടെ അരികിലും ആദം നബി അലൈഹിസ്സലാമും ഹവ്വ അലൈഹിസ്സലാമും സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രത്യേക മരത്തോട് അടുക്കരുത്, അതിൻ്റെ ഫലം ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ ഇത് കഴിച്ചാൽ നിങ്ങൾ ഇവിടെ നിത്യവാസികളായി മാറും എന്ന് പറഞ്ഞ് ശൈത്താൻ അവരെ പ്രലോഭിപ്പിച്ചു. അവൻ്റെ ചതിയിൽപ്പെട്ട് അവർ ആ മരത്തിൽ നിന്ന് കഴിച്ചു. അത് കഴിച്ച നിമിഷം തന്നെ അവർക്ക് വലിയ ലജ്ജയും ദുഃഖവും തോന്നി. അവർ ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചില്ല, സ്വന്തം തെറ്റുകളെ ന്യായീകരിച്ചില്ല. പകരം കണ്ണീരോടെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും. അവരുടെ ഈ ആത്മാർത്ഥമായ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: തെറ്റുകൾ സംഭവിക്കുക മനുഷ്യ സഹജമാണ്. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുന്നതിലാണ് ഒരു വിശ്വാസിയുടെ വിജയം. ശൈത്താന്റെ അഹങ്കാരം അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ആദം നബി അലൈഹിസ്സലാം തൗബയുടെ തണലിലായി. നമ്മുടെ ഈ റമദാനും അതേ മടക്കയാത്രയ്ക്കുള്ളതാണ്. നിങ്ങൾ ചെയ്ത പുണ്യങ്ങളെക്കാളും നിങ്ങളുടെ സത്യസന്ധമായ തൗബ നിങ്ങളെ റബ്ബിനോട് കൂടുതൽ അടുപ്പിച്ചേക്കാം.